വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇനി നമ്മൾ ഇക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ക്ലാസ് 11ൽ മൈക്രോ ഇക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഈ മൈക്രോ ഇക്കണോമിക്സിലത്തെ പല ടേംസും, ഇക്കണോമിക്കൽ ടേംസ് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രീ സെഷൻ ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് വേണം എന്നുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ശ്രമിക്കുക. അത് ഈ ഓഗസ്റ്റ് മന്തിലാണ് ഞാനത് എടുക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. മാർജിനൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ എന്നുള്ള അർത്ഥമാണ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഡിമിനിഷ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ലോ ആണിത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് ഗോസന്റെ ഫസ്റ്റ് ലോ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാക്കി വെക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഗോസന്റെ ഫസ്റ്റ് ലോ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വരെ ചോദിക്കും. ഏതാണ് ഗോസന്റെ ഫസ്റ്റ് ലോ? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു അഡീഷണൽ ആയി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ലോ. അതായത് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതായത് യൂണിറ്റ് ഓഫ് ഐസ്ക്രീം. എനിക്ക് ആദ്യം ഒരു ഐസ്ക്രീം, ഒരു കപ്പ് ഐസ്ക്രീം കിട്ടി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 20 ആണ്. 20 യൂട്ടിൽസ് എന്ന് പറയും. ഞാനത് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ക്ലാസ് ഞാൻ നേരത്തെ എടുത്തിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ 20 യൂട്ടിൽസ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നതും 20 ആണ്. കാരണം ഞാൻ ആകെ ഒരു കപ്പല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 20, ടോട്ടൽ യൂട്ടിലിറ്റി 20. വീണ്ടും ഒരു കപ്പ് ഐസ്ക്രീമും കൂടി എനിക്ക് കിട്ടി. അപ്പോൾ എന്തായി? എൻ്റെ യൂട്ടിലിറ്റി ആദ്യത്തേതിൻ്റെ അത്ര സന്തോഷം എനിക്കില്ല, കുറച്ച് കുറഞ്ഞു. അതായത് 16 യൂട്ടിൽസ് ആയിട്ട് അവിടെ കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടോ? എങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റി? ഈ രണ്ടിൽ നിന്നും എനിക്ക് കിട്ടിയ ടോട്ടൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ 20 + 16, അതാണ് 36 ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ 36 വന്നത്. ഇനി വീണ്ടും ഒരു കപ്പ് ഐസ്ക്രീം കൂടി എനിക്ക് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കപ്പിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പോലും എനിക്കില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. വീണ്ടും എൻ്റെ യൂട്ടിലിറ്റി ഇവിടെ കുറഞ്ഞു. കണ്ടോ? 10 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 3 കൂടി ആഡ് ചെയ്യുന്നതാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. നേരത്തെ 36 ആയിരുന്നു, 2 കൂടി ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ +10 കൂടി കൂട്ടിയപ്പോൾ 46 ആയി മാറി. കണ്ടോ? ഇനി 4th യൂണിറ്റ് വീണ്ടും കിട്ടി. അപ്പൊ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വീണ്ടും കുറഞ്ഞു. കണ്ടോ? 4ാമത്തെ കപ്പ് ഐസ്ക്രീം കഴിക്കുക. അപ്പൊ എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ 3ാമത്തെ കപ്പിന്റെ അത്ര പോലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. 4 യൂട്ടിൽസ് ആയിട്ട് കുറഞ്ഞു. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായി? 46ന്റെ കൂടെ ഈ 4 കൂടി ആഡ് ചെയ്തപ്പോൾ 50 വന്നു. വീണ്ടും ഒരു കപ്പും കൂടി തന്നു. അപ്പൊ എന്തായി? എനിക്ക് ഒട്ടും വേണ്ട, എന്നാലും ഞാൻ അത് മേടിച്ചു. 0 സാറ്റിസ്ഫാക്ഷൻ ആണ്. കണ്ടോ? അപ്പോൾ 50 + 0 50 ആയി മാറി ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി 6ാമത്തെ ഒരു കപ്പും കൂടി കിട്ടിയപ്പോഴോ എനിക്കൊരു ഇറിറ്റേഷൻ ആയി, എനിക്ക് വേണ്ട. അപ്പൊ എന്തായി? ഇവിടെ ഡിസ്യൂട്ടിലിറ്റി ആണത്. അതാണ് മൈനസിലേക്ക് വന്നത്. മാർജിനൽ യൂട്ടിലിറ്റി മൈനസിലേക്ക് വരുന്നതിനെയാണ് ഡിസ്യൂട്ടിലിറ്റി എന്ന് പറയാം. ശ്രദ്ധിക്കുക, വേർഡ് ശ്രദ്ധിച്ചു വെക്കുക. എക്കണോമിക്സിൽ ഇങ്ങനത്തെ ടേംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ -6ലേക്ക് പോയി, ഡിസ്യൂട്ടിലിറ്റിയിലേക്ക് വന്നു. എനിക്ക് വേണ്ട, ഒരു ഇറിറ്റേഷൻ ആയി. അപ്പൊ എന്തായി? 50ൽ നിന്ന് -6 കുറച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടോ? 44ലേക്ക് കുറഞ്ഞു. മനസ്സിലായോ? അതാണ് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഈച്ച് സക്സസീവ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഗോസ് ഓൺ ഡിക്രീസിങ് ആണ്. അതാണ് ഇതിന്റെ ഡെഫിനേഷനിൽ പറയുന്നത്. ഡെഫിനേഷൻ വായിച്ചോളി, നോക്കിക്കൊള്ളാം. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? ആസ് വി കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി, ഒരേ സാധനം നമ്മൾ കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈച്ച് സക്സസീവ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന എന്തായി മാറും? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോസ് ഓൺ ഡിക്രീസിങ്. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി ഇതിന്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. OY ആക്സസ്, OX ആക്സസ്. നെഗറ്റീവ് കൂടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്നത്. കണ്ടോ? -6 വരെ നമുക്ക് പോകണം.
ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി OY ആക്സിസിൽ കൊടുത്തു, OX ആക്സിസിൽ യൂണിറ്റ്സ് ഓഫ് ഐസ്ക്രീമും കൊടുത്തു. ഇനി നിങ്ങളിത് ഓരോന്നും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂണിറ്റ്സ് ഓഫ് ഐസ്ക്രീമും മാർജിനൽ യൂട്ടിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്, ഇതിൽ കാണിക്കുന്നത്. ഇത് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവാണ് കേട്ടോ. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവ്, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും 1 യൂണിറ്റ് ഐസ്ക്രീം ആയിരുന്നപ്പോൾ എത്രയായിരുന്നു? 20 യൂട്ടിൽസ് ആയിരുന്നു മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ. 2 യൂണിറ്റ്സ് ആയപ്പോൾ 16ലേക്ക് പോയി, കണ്ടോ, 16ലേക്ക് പോയി. അങ്ങനെ നിങ്ങൾ ഓരോന്നും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിക്രീസിങ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇവിടെ 5 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് മാർജിനൽ യൂട്ടിലിറ്റി എത്രയിലേക്ക് പോയത്? 0യിലേക്ക് പോയത്. ഇങ്ങനെ 0 ആകുന്ന മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പോയിന്റ് ഓഫ് സാറ്റിറ്റി എന്ന് പറയും. ശ്രദ്ധിച്ചിരിക്കുക, എക്സാമുകൾക്ക് ചോദിക്കും. പോയിന്റ് ഓഫ് സാറ്റിറ്റി ഇതിലെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. പോയിന്റ് ഓഫ് സാറ്റിറ്റിയിൽ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണെന്ന് പറഞ്ഞത്? മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിറൈവ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കുക എക്സാമിന്. അപ്പോൾ യൂണിറ്റ്സ് തന്നു, മാർജിനൽ യൂട്ടിലിറ്റി തന്നു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് 20 തന്നെ വന്നു. സെക്കൻഡ് യൂണിറ്റിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് 20 + 16 ചെയ്താൽ മതി അല്ലേ. അപ്പൊ 36 കിട്ടി. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മാർജിനൽ യൂട്ടിലിറ്റി ഫസ്റ്റിലത്തെ തന്നു, അപ്പൊ അതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി ഫസ്റ്റത്തേൽ 9 തന്നെ വരും. സെക്കൻഡ് വരുമ്പോഴോ 9 + 6 ആണ് വരിക. 9 + 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 15 വന്നു. തേർഡില് ടോട്ടൽ യൂട്ടിലിറ്റി എത്ര വന്നു? 15ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം നമ്മൾ? 4ഉം കൂടി ആഡ് ചെയ്യണം. അപ്പൊ എത്ര വന്നു? 19 വന്നു. ഇനി ഫോർത്ത് വന്നപ്പോൾ 19ന്റെ കൂടെ 2 ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 21 കിട്ടി. കണ്ടോ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. 21ന്റെ കൂടെ 0 ആഡ് ചെയ്തപ്പോൾ 21 തന്നെ വന്നു. അഗൈൻ 21 - 2 വന്നപ്പോൾ എത്ര വന്നു? 19 വന്നു. കണ്ടോ, അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അതാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. അത് മനസ്സിലാക്കി വെക്കുക, എക്സാമുകൾക്ക് സാധാരണ ചോദിക്കാറുണ്ട്. ഇനി വേറെ 2-3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. അറ്റ് ദി പോയിന്റ് ഓഫ് സാറ്റിറ്റിയിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? സാറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാർജിനൽ യൂട്ടിലിറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്ന പോയിന്റ് ആണ്. ഇനി എനി കൺസംഷൻ ബിയോണ്ട് ദി പോയിന്റ് ഓഫ് സാറ്റിറ്റി ലീഡ്സ് ടു എന്തിലേക്ക് നയിക്കും? സാറ്റിറ്റിയുടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കൺസംഷൻ ബിയോണ്ട് ദി പോയിന്റ് ഓഫ് സാറ്റിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായി? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക് പോയി. അതിനെയാണ് ഡിസ്യൂട്ടിലിറ്റി എന്ന് പറയുക. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആണ്, നെഗറ്റീവ്. അതാണ് ഡിസ്യൂട്ടിലിറ്റി. ഡിസ്യൂട്ടിലിറ്റി, ആ വേർഡുകൾ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഡിസ്യൂട്ടിലിറ്റി. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റൈൻഡ് ഫ്രം കൺസംഷൻ ഓഫ് ഈച്ച് സക്സസീവ് യൂണിറ്റ് എന്താ സംഭവിക്കുന്നത്? സക്സസീവ് യൂണിറ്റിൽ ആ ഡെഫിനീഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സക്സസീവ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത് എന്തായി മാറുന്നു? ഡിക്രീസിങ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡിക്രീസിങ്. യൂണിറ്റ് ഈസ് ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. വിച്ച് ഈസ് ദി ഫസ്റ്റ് ലോ ഓഫ് ഗോസൻ? ഇതൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ലോ ഓഫ് ഗോസൻ ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഓഫ് 1 കമ്മോഡിറ്റി, സിംഗിൾ കമ്മോഡിറ്റിയും 2 കമ്മോഡിറ്റിയും നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.